മിനിറ്റ്സ് കൊണ്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നൽകിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയും 2 മിനിറ്റ് കൊണ്ടൊന്നും കിട്ടത്തില്ലെന്ന്. ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂ കൊടുക്കുക. റിവ്യൂ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് അവർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. അങ്ങനത്തെ നല്ല കിടിലനായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ലോഗിൻ ചെയ്യണം എന്ന് തൊട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോ ഉണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് സോഫ്റ്റ്വെയർ സജസ്റ്റ് എന്ന് പറയുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ പറ്റി റിവ്യൂസ് കൊടുത്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. വെറും 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ചെന്നിട്ട് സോഫ്റ്റ്വെയർ സജസ്റ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ആദ്യത്തെ ഒരു സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണ്ടോ, റിവ്യൂ ആൻഡ് ചെയ്യണമെന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, 1 2 3 4 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇതിനകത്ത്? 4 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് റിവ്യൂ കൊടുക്കേണ്ട പ്രോഡക്റ്റ് ഏതാണെന്ന് നമുക്ക് സ്വയമേ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആണ് ലീവ് എ റിവ്യൂ. നമ്മൾ റിവ്യൂ എന്ത് ചെയ്യണം, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. തേർഡ് എന്ന് പറയുന്നത് ഷെയറിങ് ലിങ്ക്ഡിൻ. എന്ന് വെച്ചാൽ എന്തിനെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതും കൂടി കഴിയുമ്പോൾ നമ്മൾ ഫിനിഷായി. അപ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം എന്തിനെ പറ്റിയാണ് റിവ്യൂ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് റിവ്യൂ കൊടുക്കേണ്ടത് എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കാൻ പറ്റും. അത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ സെർച്ച് പ്രോഡക്റ്റിൽ വന്നിട്ട് ജസ്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടാലി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേട്ടോ, ഒരുപാട് ടാലിയുടെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ ചെന്നിട്ട് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ടാലി പ്രൈം എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞത് പേടിയുള്ളവർക്ക് ഇപ്പോൾ ലിങ്ക് ഷെയറിങ് ഓപ്ഷനൊക്കെ ചോദിച്ചിട്ടില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കാൻ പറ്റും. നിങ്ങൾ പ്രൈം എന്നുള്ളത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അപ്പം നോക്കിക്കേ, ആദ്യമേ നമ്മൾ സെലക്ട് പ്രോഡക്റ്റ് ആയിരുന്നു, അപ്പം ഡാർക്ക് ബ്ലൂ ആയിരുന്നു കത്തിക്കയറ്റുള്ളത്. ഇപ്പം സെക്കൻഡ് പേജിലോട്ട് വന്നപ്പം ആ 2 ഡോട്ടും ഡാർക്ക് ബ്ലൂ ആയിട്ട് കത്തിക്കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എത്ര സ്റ്റെപ്പും കൂടി ഉണ്ട്, ബാക്കി 2 സ്റ്റെപ്പും കൂടിയാണുള്ളത്. അപ്പം നമ്മൾ ലീവ് എ റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷന് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമേ പേര് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓർഗനൈസേഷൻ നെയിം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വർക്കൊന്നും ചെയ്യാത്തവരാണ്, ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു കട കാണുമല്ലോ, ആ കടയുടെ പേരങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമ്പനി സൈസ് കൊടുക്കുക. കമ്പനി സൈസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എത്ര പേര് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര്, 1 തൊട്ട് 10 പേര്, അത്രയല്ലേ ഉള്ളൂ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹൗ ലോങ് ഹാവ് യൂസ്ഡ് സോഫ്റ്റ്വെയർ, എത്ര നാളായിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു, അതിന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓവറോൾ റേറ്റിംഗ് എത്ര വേണേലും സ്റ്റാർ കൊടുക്കാം, ഫീച്ചേഴ്സ് കൊടുക്കാം, ഈസി ഓഫ് യൂസ് കൊടുക്കാം, വാല്യൂ ഓഫ് മണി കൊടുക്കാം. കേട്ടോ, സപ്പോർട്ട് കൊടുക്കാം, എത്ര സ്റ്റാർ വേണേലും കൊടുക്കാം. പിന്നെ വരുന്നിടത്താണ് നമ്മൾ റിവ്യൂ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ടൈറ്റിൽ ഓഫ് റിവ്യൂ, നമ്മൾ കൊടുക്കാൻ പോകുന്ന റിവ്യൂവിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ യുവർ റിവ്യൂ, അപ്പം നമ്മൾ സെലക്ട് ചെയ്തതായിരുന്നു ടാലി പ്രൈം ആണ്. അപ്പോൾ അത് അവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടാലി പ്രൈം ഈസ്. പിന്നെ ഉള്ളത് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് കൊടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ സെൻറ്റൻസ് കൊടുക്കുമ്പോൾ 2000 വേർഡ്സ് ഉള്ള സെൻറ്റൻസ് വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അവർ അത് എലിജിബിൾ ആക്കത്തുള്ളൂ. അതിനുശേഷം നിങ്ങളിവിടെ ഈ ടിക്ക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ വരുന്നത് ഷെയർ ഓൺ ലിങ്ക്ഡിൻ എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഈ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വരുന്നത് ഫിനിഷ് സ്റ്റേജാണ്. അത് കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് അവർ റിവ്യൂ വായിച്ച് നോക്കിയിട്ട് ജെനുവിൻ ആണോ എന്ന് നോക്കിയിട്ട് അവർ നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ്. പേപ്പാൽ വഴിയായിരിക്കും ക്യാഷ് കിട്ടുക.
പിന്നെ അവർ എന്താണ് നമ്മൾ റിവ്യൂ അയച്ചെന്നും കരുതി ഉടനെ അവർ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് തരത്തില്ല. അവർ എന്താണ് റിവ്യൂ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താണ് റിവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എന്താണ് ഓൺ വേർഡ്സിൽ എന്താണെന്ന് വെച്ചാൽ സ്വന്തം കണ്ടൻറ്റ് വേണം കൊടുക്കാനായിട്ട്. ഗൂഗിളിൽ നിന്ന് കോപ്പി അടിക്കരുത് കേട്ടോ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നും കരുതി അത് ഉടനെ കോപ്പി അടിച്ച് വെക്കരുത് കേട്ടോ. നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് റിവ്യൂസ് എന്താണ് എഴുതി കൊടുത്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലനായിട്ടുള്ളൊരു സൈറ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.